ചിലപ്പോഴൊക്കെ പ്രശ്നം നമ്മൾ പറയുന്നതിലല്ല, ആളുകൾ കേൾക്കുന്നതിലാണ്. ഈ അടുത്തിടെ ദ കേരള സ്റ്റോറി സിനിമ റിലീസ് ചെയ്യുന്ന ദിവസം ഞങ്ങളൊരു ചെറിയ വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളുടെ അഭിപ്രായം വളരെ ലളിതമായിരുന്നു. സിനിമയുടെ കഥ മുഴുവൻ കേരളത്തിൻ്റെ കഥയല്ല എങ്കിൽ ദി കേരള സ്റ്റോറി എന്ന പേരുകൊണ്ട് മാത്രം കേരള സ്റ്റോറി കേരളത്തിൻ്റെ സ്റ്റോറി ആവുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ സ്വീകരിക്കപ്പെടുകയില്ല എന്നായിരുന്നു. പക്ഷേ ആ വീഡിയോ ചിലർക്കെങ്കിലും തെറ്റായ സന്ദേശം നൽകിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. തീർത്തും വ്യക്തിപരമായി ഞങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോൾ കിട്ടിയ ആശയം മാത്രമായിരുന്നു. ഏതെങ്കിലും ഒരു പക്ഷം പിടിക്കാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടിരുന്നില്ല. എന്നിട്ടും അതിൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന ചില അഭിപ്രായങ്ങൾ ഞങ്ങളെ ഏറെ ചിന്തിപ്പിച്ചു. പലരും ഞങ്ങൾ പറഞ്ഞതിനെ മറ്റൊരു രീതിയിൽ മനസ്സിലാച്ചു. ചില പ്രതികരണങ്ങൾ കടുത്തവയായിരുന്നു, ചിലത് വളരെയധികം അപ്രിയവുമായിരുന്നു. അപ്പോൾ ഞങ്ങൾ സ്വയം ഒരു ചോദ്യം ചോദിച്ചു: ഞങ്ങൾ പറയാൻ ശ്രമിച്ച കാര്യം ശരിയായ രീതിയിൽ എത്തിച്ചേർന്നുവെന്ന്. കേട്ടവരുടെ പെശകാവില്ല, ചിലപ്പോൾ ഞങ്ങൾ പറഞ്ഞതിലെ പിഴയാവാം. കാരണം വാക്കുകൾ സൂക്ഷ്മമാണ്. ഒരു വാചകം അല്പം മാറിപ്പോയാൽ തന്നെ അർത്ഥം പരിപൂർണമായി മറ്റൊരു തലത്തിലേക്ക് മാറിപ്പോകും. ഇത് തീർത്തും ഞങ്ങൾക്കൊരു ഐ ഓപ്പണറായിരുന്നു. ആരെയും വേദനിപ്പിക്കാനോ വികാരങ്ങൾ വ്രണപ്പെടുത്താനോ ഞങ്ങൾ ഉദ്ദേശിച്ചിരുന്നില്ല. എന്നിട്ടും സിനിമയ്ക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ പേര് നൽകിക്കൂടെ എന്ന അധിക്ഷേപ കമൻറ്റുകൾ വരെ ഞങ്ങൾ കാണേണ്ടി വന്നു. ഞങ്ങളുടെ ഭാഷയിൽ വ്യക്തതക്കുറവുണ്ടായിരുന്നെങ്കിൽ ഞങ്ങളത് അംഗീകരിക്കുന്നു. കാരണം ഓരോ അനുഭവവും ഓരോ പാഠമാണ്. ഈ അനുഭവം കൂടുതൽ ജാഗ്രതയോടെയും കൂടുതൽ ഉത്തരവാദിത്വത്തോടെയും സംസാരിക്കാൻ ഞങ്ങളെ പഠിപ്പിച്ചു എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇന്നത്തെ ലോകത്തിൽ വാക്കുകൾ അതിവേഗത്തിലാണ് യാത്ര ചെയ്യുന്നത്, പക്ഷേ മനസ്സിലാക്കൽ അത്ര വേഗത്തിലല്ല നടക്കുന്നത്. ഏതെങ്കിലും നിഗമനങ്ങളിൽ എത്തിച്ചേരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഒരു സംഭാഷണം തുടങ്ങുന്നതിന് മുമ്പോ പ്രതികരണങ്ങൾ നടത്തുമ്പോഴോ വാക്കുകൾ വളരെ ശ്രദ്ധയോടുകൂടി തിരഞ്ഞെടുക്കണം എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. വിദ്വേഷം നിറഞ്ഞ വാക്കുകൾക്ക് പകരം അല്ലെങ്കിൽ പഴിചാരുന്നതിന് പകരം പതിരുകൾ ചൂണ്ടിക്കാണിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ കൂടുതൽ ജാഗ്രതയോടെ സംസാരിക്കും. താങ്ക് യു.